ഗൈസ്, അങ്ങനെ കാഫ നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് ഒരു മത്സരം കൂടി കിട്ടുന്നു. ഒമാനെതിരെയാണ് കളിക്കാൻ പോകുന്നത്. തേർഡ് പ്ലേസ് പ്ലേ ഓഫ്. എന്താണെങ്കിലും നോ ഓപ്പണൻസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒമാൻ ഫുട്ബോൾ ടീമിനെ പറ്റിയിട്ടാണ്. എന്താണെങ്കിലും അണ്ടർ ഖാലിദ് ജമീൽ ഒരു ആദ്യ ടൂർണമെൻ്റാണ് കളിക്കുന്നത്. അതിൽ തന്നെ തേർഡ് പ്ലേസ് പ്ലേ ഓഫ് കളിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നത്. ഒരു മത്സരം കൂടി അധികം ഈ ഒരു ഖാലിദിൻ്റെ അണ്ടറിൽ ഇനിയിപ്പം ഏഷ്യൻ ക്വാളിഫയേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് കളിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതിൽ വിജയപരാജയങ്ങൾക്കപ്പുറത്തേക്ക് അതിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഫ നേഷൻസ് കപ്പിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഏഷ്യൻ കപ്പിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഇപ്പോൾ കാഫ നേഷൻസ് കപ്പിൽ നമുക്ക് തജിക്കിസ്ഥാനെതിരെ ഇന്ത്യയേക്കാൾ റാങ്കിങ് മുകളിലുള്ള രാജ്യമായിരുന്നു, വിജയിച്ച് തുടങ്ങാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഇറാനെതിരെ ഒരു ഒബ്വിയസ് തോൽവി നേരിടേണ്ടി വന്നു. ശേഷം അഫ്ഗാനിസ്ഥാനെതിരെ ഡ്രോ ആയിപ്പോയി, വിജയിക്കേണ്ട മത്സരമായിരുന്നു. എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സാഹചര്യം, അതായത് തേർഡ് പ്ലേസ് പ്ലേ ഓഫ് എന്ന് പറയുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റി എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഒമാനിലേക്ക് വരുന്ന സമയത്ത് ഫിഫ റാങ്കിങ്ങിൽ 79ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു രാജ്യമാണ്. അതായത് ഇന്ത്യയേക്കാൾ ഏതാണ്ട് 45ഓളം റാങ്കിങ് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. വാഫ് റീജിയൻ, അതായത് വെസ്റ്റ് ഏഷ്യൻ ആണ് അവരുടെ ഒരു സബ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത്. ഒമാനും ഇന്ത്യയുടേതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ടീം എന്ന നിലയിലാണ് കാഫ നേഷൻസ് കപ്പിൽ കളിക്കുന്നത്. ഇപ്പോൾ കാർലോസ് ക്വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെജൻഡറി പരിശീലകനാണ് അവരുടെ പരിശീലക സ്ഥാനത്തുള്ളത്. മുൻ റയൽ മാഡ്രിഡ്, സ്പോർട്ടിംഗ് CP എന്നീ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു. അതുപോലെ രാജ്യങ്ങളുടെ കണക്കെടുക്കുന്ന സമയത്ത് പോർച്ചുഗൽ, UAE, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, കൊളംബിയ, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ പരിശീലക സ്ഥാനത്തിരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ഒമാൻ ദേശീയ ടീമിൻ്റെ ഒരു പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതുവരെ വേൾഡ് കപ്പിൽ യോഗ്യത നേടാത്തൊരു ടീമാണ് ഒമാൻ. പക്ഷേ നിലവിൽ 2026 ലോകകപ്പിൻ്റെ ഒരു സാധ്യതയിലുള്ള രാജ്യമെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. 4th റൗണ്ട് ഓഫ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടത്. അങ്ങനെയെങ്കിൽ അവർക്ക് യോഗ്യത നേടുകയാണെങ്കിൽ ആദ്യമായിട്ട് അവർ വേൾഡ് കപ്പിൽ കളിക്കും. ഏഷ്യൻ കപ്പിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ 2004 തൊട്ട് 2024 വരെയുള്ള ഡിഫറെൻറ്റ് എഡിഷൻസിൽ 2011 മാത്രമാണ് അവർ യോഗ്യത നേടാത്തത്. ബാക്കി എല്ലാ തവണയും അവർക്ക് യോഗ്യത നേടാൻ സാധിച്ചു. കഴിഞ്ഞ 2024 നടന്നുള്ള ഏഷ്യൻ കപ്പിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുകയാണ്. പിന്നെ അവരുടെ ഗൾഫ് കപ്പിലെ പ്രകടനം വളരെ മികച്ചതാണ് എന്നുള്ളതാണ്. 2 വട്ടം അവർ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അതിൽ 2024-25 സീസണിൽ നടന്നിട്ടുള്ള ആ ഒരു ഗൾഫ് കപ്പിൽ ഫൈനലിസ്റ്റുകളായിരുന്നു എന്നുള്ളതാണ്. UAE, സൗദി, ഖത്തർ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഗൾഫ് കപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഇവരുടെ ഒരു റീസെൻറ്റ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കാഫ നേഷൻസ് കപ്പിൽ തന്നെയാണ് അവസാന മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. തുർക്കമെനിസ്ഥാനെതിരെ 2-1 വിജയിച്ചിരുന്നു. കിർഗിസ്ഥാനെതിരെയും 2-1 വിജയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു 1-1 ഡ്രോയാണ്. ഉസ്ബെക്കിസ്ഥാൻ നമുക്കറിയാം ലോകകപ്പ് യോഗ്യത വരെ നേടി നിൽക്കുന്ന ടീമാണ്. അവർക്കെതിരെയാണ് ഒരു 1-1 ഡ്രോ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. അവർ ഒരു അൺബീറ്റനായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നിൽക്കുന്നത് എന്നുള്ളതും പറയേണ്ടതുണ്ട്. എന്നാൽ ഒമാൻ്റെ ഒരു കാര്യം പരിഗണിക്കുന്ന സമയത്ത് അവർ റീസെൻ്റ്ലി ക്വാളിഫിക്കേഷൻ സ്റ്റേജിൽ സൗത്ത് കൊറിയക്കെതിരെ ഒരു മത്സരത്തിൽ ഡ്രോ ആയിരുന്നു. അതുപോലെ ഗൾഫ് കപ്പിൽ സൗദി അറേബ്യയെ സെമി ഫൈനൽ സ്റ്റേജിൽ പരാജയപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറയുന്ന നല്ല റിസൾട്ടുകളും അവർക്ക് പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യയും ഒമാനുമായിട്ടുള്ള ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ 10 തവണയാണ് അവർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 6 വട്ടം ഒമാനാണ് വിജയിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഒരു മത്സരം മാത്രമാണ് ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ മത്സരം വിജയിക്കുന്നത് 1994 ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ നേരിടുന്ന സമയത്താണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലൊരു മത്സരം കളിക്കുന്നത് 2021 ആ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഇനി ഒമാൻ്റെ കീ പ്ലേയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ താരം ഇസാം അൽസാബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. 31 വയസ്സുകാരനായിട്ടുള്ള താരം ഒമാനു വേണ്ടി 61 മത്സരങ്ങളിൽ 18 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. എയർഫോഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറാഖി സൂപ്പർ ക്ലബ്ബിലാണ് കളിക്കുന്നത്. ഇപ്പോൾ കാഫ നേഷൻസ് കപ്പിലടക്കം താരം 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് അവരുടെ ക്യാപ്റ്റനും ഗോൾ കീപ്പറും കൂടിയായിട്ടുള്ള ഫൈസ് റുഷൈദി എന്ന് പറഞ്ഞിട്ടുള്ള താരമാണ്. അദ്ദേഹം 37 വയസ്സായി കഴിഞ്ഞു. ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു വെറ്ററൻ ഗോൾ കീപ്പർ എന്ന നിലയിലാണ് പറയേണ്ടത്. നിലവിൽ ഒമാനി ക്ലബ്ബിലൊക്കെ തന്നെയാണ് കളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട താരം ഫോർവേഡ് ആയിട്ടുള്ള മൂസിൻ അൽ ഖസൈമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമാണ്. ബാങ്കോക്ക് യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള തായ് ക്ലബ്ബിലാണ് അദ്ദേഹം കളിക്കുന്നത്. 52 മത്സരങ്ങളിൽ 12 ഗോളുകളാണ് ഒമാനു വേണ്ടി അന്താരാഷ്ട്ര ലെവലിൽ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ തായ് ലീഗിൽ 3rd ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഗോൾ സ്കോർ ചെയ്യാനൊക്കെ ഒരുപാട് താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും പറയേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒമാൻ ടീമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് മാച്ച് പ്രിവ്യൂവിൽ ഇനി മറ്റു ചില കാര്യങ്ങൾ ഇന്ത്യയെ പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ.